there are 5 cases. അതായത് ഓരോ കേസിനും ഈ കർവ് ഒക്കെ പ്ലോട്ട് ചെയ്യുന്നതനുസരിച്ച് 5 കേസ് വരും. അതിനനുസരിച്ചുള്ള എനർജി ഡെസിപ്പേറ്റർ പ്രൊവൈഡ് ചെയ്യണം. സോ കേസ് 1, energy dissipators when TWC coincides with Y2 curve at all discharges. എല്ലാ ഡിസ്ചാർജിലും നമ്മൾ TWC കർവും Y2 കർവും പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ അത് തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. എങ്ങനെയായിരിക്കും അത്? Q along x-axis and depth along y-axis. ഇതാണ് curve. TWC curve coinciding with Y2 curve. ഇങ്ങനെ വരും. TWC curve coinciding with Y2 curve. അതാണ് ഫസ്റ്റ് കേസ്. Energy dissipators when tailwater curve coincides with Y2 curve at all discharges. എല്ലാ ഡിസ്ചാർജിലും രണ്ട് കർവ്സും കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മോസ്റ്റ് ഐഡിയൽ കണ്ടീഷൻ ഫോർ ജമ്പ് ഫോർമേഷൻ ആണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ condition for jump formation. അതായത് ടെയിൽ വാട്ടർ സഫിഷ്യന്റ് ആണ് ജമ്പ് ഫോം ചെയ്യാൻ വേണ്ടി. ടെയിൽ വാട്ടർ സഫിഷ്യന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ടെയിൽ വാട്ടർ കർവ് Y2 കർവുമായിട്ട് കോയിൻസൈഡ് ചെയ്യാന്നാണ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ കണ്ടീഷൻ ഫോർ ഹൈഡ്രോളിക് ജമ്പ്. സോ ഇവിടെ ജമ്പ് എവിടെ ഉണ്ടാവും? ഹൈഡ്രോളിക് ജമ്പ് വിൽ ഫോം അറ്റ് ടോ ഓഫ് ദ സ്പിൽവേ അറ്റ് ഓൾ ഡിസ്ചാർജസ്. Jump will be formed at toe of spillway for all discharges. ഏത് ഡിസ്ചാർജിനും ജമ്പ് ഫോം ചെയ്യും. അതും സ്പിൽവേയുടെ ടോയിലായിരിക്കും. എല്ലാ ഡിസ്ചാർജിനും ജമ്പ് ഫോം ചെയ്യും സ്പിൽവേയുടെ ടോയിൽ. ഇൻ സച്ച് എ കേസ് അപ്പോൾ നമ്മൾ എന്ത് energy dissipator ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? We provide a simple concrete apron of length 5y2 minus y1 to provide protection in the region of hydraulic jump. നമ്മൾ ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യും? സിമ്പിൾ കോൺക്രീറ്റ് apron. A simple concrete apron of length 5y2 minus y1. അതായത് നമുക്കറിയാം ഹൈറ്റ് ഓഫ് ജമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെപ്ത് ആഫ്റ്റർ ജമ്പ് ആൻഡ് ഡെപ്ത് ബിഫോർ ജമ്പ്. അതായത് y2 minus y1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ജമ്പ് ആണെങ്കിൽ അതിന്റെ 5 to 7 ടൈംസ് ആയിട്ടാണ് നമ്മൾ ലെങ്ത് ഓഫ് ജമ്പ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ജമ്പ് ഫോം ചെയ്യുന്ന ആ പോർഷനിൽ ആ ഒരു ലെങ്തിന് ഒരു സിമ്പിൾ കോൺക്രീറ്റ് ഏപ്രൺ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഇൻ ദ റീജിയൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. സോ a simple concrete apron of length 5y2 minus y1 is provided in the region of hydraulic jump. അതാണ് നമ്മൾ കൊടുക്കുന്ന എനർജി ഡെസിപ്പേറ്റർ. tailwater curve Y2 കർവുമായിട്ട് കോയിൻസൈഡ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ. അതായത് എല്ലാ ഡിസ്ചാർജിലും ടെയിൽ വാട്ടർ കർവ് Y2 കർവുമായി കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ കണ്ടീഷൻ ഫോർ ജമ്പ് ഫോർമേഷൻ. ജമ്പ് ഫോം ചെയ്യാനുള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് അത്. അപ്പൊ ഈ കേസിൽ ജമ്പ് എവിടെ ഫോം ചെയ്യും?
സ്പിൽവേയുടെ ടോയിൽ ജമ്പ് ഫോം ചെയ്യും. ജമ്പ് എവിടെ ഫോം ചെയ്യും? സ്പിൽവേയുടെ ടോയിലായിരിക്കും ജമ്പ് ഫോം ചെയ്യുന്നത്. അതും എല്ലാ ഡിസ്ചാർജിനും അവിടെ ജമ്പ് ഫോം ചെയ്യും. എല്ലാ ഡിസ്ചാർജിനും അവിടെ ജമ്പ് ഫോം ചെയ്യും. അപ്പോൾ ഈ അപ്പോൾ നമ്മളിവിടെ എന്താണ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്ന എന്ത് ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്? ഒരു സിമ്പിൾ കോൺക്രീറ്റ് ഏപ്രൺ ആണ് നമ്മൾ പ്രൊട്ടക്ഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എവിടെ പ്രൊവൈഡ് ചെയ്യും? ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാകുന്ന റീജിയനിലായിരിക്കും ഒരു സിമ്പിൾ കോൺക്രീറ്റ് ഏപ്രൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സിമ്പിൾ കോൺക്രീറ്റ് ഏപ്രണിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 times y2 - y1. അതായത് y2 - y1 എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ജമ്പ്. ലെങ്ത് ഓഫ് ജമ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ 5 to 7 times. അപ്പൊ നമ്മൾ 5 times എടുക്കുന്നു. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? ജമ്പ് ഫോം ചെയ്യുന്ന റീജിയനിൽ ആ ഒരു ജമ്പ് ഫോം ചെയ്യുന്ന റീജിയനിൽ നമ്മൾ എന്ത് കൊടുക്കണം? സിമ്പിൾ കോൺക്രീറ്റ് ഏപ്രൺ പ്രൊവൈഡ് ചെയ്താൽ മതിയാവും to provide protection in the region of hydraulic jump. ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്ന റീജിയനിൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ കോൺക്രീറ്റ് ഏപ്രൺ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നതിന്റെ ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് ഓഫ് ജമ്പ് ആയിരിക്കും. ദാറ്റ് ഈസ് 5 times y2 - y1. Figure is given. Case 2 is energy dissipates when TWC is above y2 curve at all discharges. ഏത് ഡിസ്ചാർജ് എടുത്താലും ടെയിൽ വാട്ടർ കർവ് y2 കർവിന്റെ മുകളിലായിരിക്കും. അതാണ് സെക്കൻഡ് കേസ്. അപ്പൊ ഇവിടെ എന്താണ്? y2 is always below the tail water. y2 is always below the tail water. The jump forming at the toe will be drowned out by tail water and little energy will be dissipated. നമ്മൾ ഈ y2 എന്ന് പറയുന്നത് എന്താണ്? ജമ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാലുള്ള ഡെപ്ത്. ജമ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാലുള്ള ഡെപ്ത് ആണ് y2. അപ്പൊ ഈ കേസിൽ എന്താ പറയുന്നത്? ടെയിൽ വാട്ടർ കർവ് എപ്പോഴും, അതായത് ഏതൊരു ഡിസ്ചാർജിനും ടെയിൽ വാട്ടർ കർവ് y2 കർവിന്റെ മുകളിലായിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ടെയിൽ വാട്ടർ ഡെപ്ത് എന്ന് പറയുന്നത് y2വിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഈ സ്പിൽവേയുടെ ടോയില് ജമ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ ജമ്പിനെ ടെയിൽ വാട്ടർ കർവ് ഡ്രൗൺ ചെയ്യും. ഡ്രൗൺ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ടെയിൽ വാട്ടർ ഡെപ്ത് y2വിനേക്കാളും കൂടുതലാണ്. അപ്പൊ നമ്മുടെ ജമ്പ് കഴിഞ്ഞിട്ടുള്ള ഡെപ്ത് എന്ന് പറയുന്നത് ടെയിൽ വാട്ടർ ഡെപ്തിനേക്കാളും കുറവായതുകൊണ്ട് അത് അറിയാൻ ഒക്കത്തില്ല. അത് ടെയിൽ വാട്ടർ ഡെപ്തിനകത്ത് അങ്ങ് മുങ്ങിപ്പോവും. അതാണ് പറയുന്നത് ടെയിൽ വാട്ടർ ഡെപ്ത് y2വിനെ ഡ്രൗൺ ചെയ്യും. അപ്പം അങ്ങനെ ഡ്രൗൺ ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എനർജി ഡെസിപ്പേഷൻ ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും. നമുക്കറിയാം സ്പിൽവേയുടെ ഡൗൺ സ്ട്രീമിൽ എത്തുന്ന വെള്ളത്തിന് ഒരുപാട് എനർജി ഉണ്ടെന്ന് അറിയാം. ആ എനർജി നമ്മൾ കാര്യമായ രീതിയിൽ ഡിസിപ്പേറ്റ് ചെയ്താലേ നമുക്ക് ഡാമിനെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ജമ്പ് സ്പിൽവേയുടെ ടോയിൽ ജമ്പ് ഉണ്ടായാലും ആ ജമ്പ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഡെപ്ത് y2 എന്ന് പറയുന്നത് ടെയിൽ വാട്ടർ ഡെപ്തിനേക്കാളും കുറവായതുകൊണ്ട് തന്നെ ടെയിൽ വാട്ടർ ഡെപ്ത് അതിനെ ഡ്രൗൺ ചെയ്യും. ടെയിൽ വാട്ടർ ഡെപ്ത് ഈ y2വിനെ ഈ ജമ്പിനെ അങ്ങ് ഡ്രൗൺ ചെയ്യും. ജമ്പേ ഉണ്ടെന്ന് അവിടെ അറിയാൻ പറ്റത്തില്ല. കാരണം എന്താ? ടെയിൽ വാട്ടർ ഡെപ്ത് അതിന് മുകളിലാണ്. അപ്പൊ ജമ്പ് അങ്ങ് അതിനകത്ത് ഡ്രൗണ്ട് ആയിപ്പോൾ അങ്ങനെ ഡ്രൗണ്ട് ആവുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? Little energy will be dissipated. Little energy will be dissipated. ഇവിടെ എന്താണ്? y2 is always below tail water depth. y2 is always below tail water depth. So what happens? Hydraulic jump form at the toe of spillway. Spillwayയുടെ ടോയിൽ ഉണ്ടാകുന്ന ഹൈഡ്രോളിക് ജമ്പ് will be drowned by tail water. Will be drowned by tail water. Tail water അതിനെ അങ്ങ് ഡ്രൗൺ ചെയ്യും. ഹൈഡ്രോളിക് ജമ്പിനെ അങ്ങ് ഡ്രൗൺ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ലിറ്റിൽ എനർജി വിൽ ബി
dissipated. Little energy will be dissipated. അങ്ങനെ ഡ്രൗൺ ചെയ്യുന്നതുകൊണ്ട് എനർജി ഡിസിപ്പേഷൻ വളരെ കുറവായിരിക്കും. അങ്ങനെ അപ്പൊ എനർജി ഡിസിപ്പേഷൻ കുറവായതുകൊണ്ട് എന്താണ്, water will continue to flow at high velocity along channel bottom for a considerable distance. So water will continue to flow with the high velocity along channel bottom for a considerable distance. ഹൈഡ്രോളിക് ജമ്പിനെ ടെയിൽ വാട്ടർ ഡ്രൗൺ ചെയ്യുന്ന കാരണം എനർജി ഡിസിപ്പേഷൻ കുറവാണ്. എനർജി ഡിസിപ്പേഷൻ കുറവായതുകൊണ്ട് തന്നെ വാട്ടർ എന്ത് ചെയ്യും, ഡൗൺ സ്ട്രീമിൽ ഒരു കുറച്ച് ദൂരത്തേക്ക് അത് ഹൈ വെലോസിറ്റിയിൽ തന്നെ ഫ്ലോ ചെയ്യും. ഹൈഡ്രോളിക് ജമ്പ് ഡ്രൗൺ ചെയ്ത് ടെയിൽ വാട്ടർ ഹൈഡ്രോളിക് ജമ്പിനെ ഡ്രൗൺ ചെയ്യുന്നതുകൊണ്ട് എനർജി ഡിസിപ്പേഷൻ ഈ കേസിൽ കുറവായിരിക്കും. അപ്പൊ എനർജി ഡിസിപ്പേഷൻ കുറവാണെന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ വെലോസിറ്റി കൂടി തന്നെ നിൽക്കും. എനർജി ഡിസിപ്പേഷൻ കുറവാണെന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ വെലോസിറ്റി കൂടി തന്നെ നിൽക്കും. അപ്പോൾ വാട്ടർ എന്ത് ചെയ്യും, ഡൗൺ സ്ട്രീമിൽ ഒരു കുറച്ചധികം ദൂരം വാട്ടർ ഇങ്ങനെ ഹൈ വെലോസിറ്റിയിൽ തന്നെ ഫ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് അത് പറ്റില്ല, വാട്ടർ ഹൈ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ ജമ്പ് ഉണ്ടാകുന്നതിന് ടെയിൽ വാട്ടർ ഡ്രൗൺ ചെയ്യുന്നതുകൊണ്ട് എനർജി ഡിസിപ്പേഷൻ കുറവാണ്. അതുകൊണ്ട് എന്താണ്, ഡൗൺ സ്ട്രീമിൽ വാട്ടർ ഇങ്ങനെ ഹൈ വെലോസിറ്റിയിൽ തന്നെ കുറച്ച് ദൂരം ഫ്ലോ ചെയ്യും. സോ ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം, കാരണം വാട്ടർ ഡൗൺ സ്ട്രീമിൽ ഹൈ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിന് സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. രണ്ട് സൊല്യൂഷൻ ഉണ്ട് ഇതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ, by constructing sloping apron above river bed level. Constructing sloping apron above river bed level. ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റിവർ ബെഡ് ലെവലിന്റെ മുകളിൽ നമ്മൾ സ്ലോപ്പിംഗ് ഏപ്രൺ കൺസ്ട്രക്ട് ചെയ്യാം. ബൈ കൺസ്ട്രക്ടിങ് സ്ലോപ്പിംഗ് ഏപ്രൺ അബവ് ദ റിവർ ബെഡ് ലെവൽ. റിവർ ബെഡ് ലെവലിന്റെ മുകളിൽ നമ്മൾ ഒരു സ്ലോപ്പിംഗ് ഏപ്രൺ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ജമ്പ് വിൽ ഫോം ഓൺ സ്ലോപ്പിംഗ് ഏപ്രൺ വെയർ ഡെപ്ത് ഈക്വൽ ടു y2 or less than the tail water depth at toe is available. അപ്പൊ എന്ത് പറ്റും, ജമ്പ് വിൽ ഫോം ഓൺ സ്ലോപ്പിംഗ് ഏപ്രൺ വെയർ ഡെപ്ത് ഈക്വൽ ടു y2 is available. അപ്പൊ നമ്മൾ സ്ലോപ്പിംഗ് ഏപ്രൺ റിവർ ബെഡ് ലെവലിന് മുകളിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ജമ്പ് വിൽ ബി ഫോംഡ് ഓൺ sloping apron where y2 is available. അപ്പോൾ സ്ലോപ്പിംഗ് ഏപ്രണിന്റെ മുകളിൽ ജമ്പ് ഫോം ചെയ്യും, അവിടെ നമുക്ക് y2 അവൈലബിൾ ആയിരിക്കും. മറ്റേ സാധാരണ പോലെ ഹൊറിസോണ്ടൽ ഏപ്രണൊക്കെ ആകുമ്പോഴാണ് ടെയിൽ വാട്ടറിന് കാളും താഴെ വരുന്നത് y2. ഈ സ്ലോപ്പിംഗ് ഏപ്രൺ ആകുമ്പോൾ നമുക്ക് y2 കിട്ടുകയും ചെയ്യും. ടെയിൽ വാട്ടർ ഈ ജമ്പിനെ ഡ്രൗൺ ചെയ്യാത്ത വിധം നമുക്ക് സ്ലോപ്പിംഗ് ഏപ്രൺ പ്രൊവൈഡ് ചെയ്യാം. ടെയിൽ വാട്ടർ ജമ്പിനെ ഡ്രൗൺ ചെയ്യാത്ത വിധം നമ്മൾ സ്ലോപ്പിംഗ് ഏപ്രൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സ്ലോപ്പിംഗ് ഏപ്രണിന്റെ മുകളിൽ ജമ്പ് ഫോം ചെയ്യും. y2 ഡെപ്ത് അവൈലബിൾ ആയിരിക്കും. Slope of apron is made in such a way that proper conditions for jump will occur somewhere on the apron at all discharges. But apron slope of apron എങ്ങനെയാണ്? Jump will form
or jump will form on the apron at all discharges. Jump will form somewhere at all discharges. അപ്പോൾ നമ്മൾ ഏപ്രന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കണം? ഏപ്രന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ജമ്പ് ഫോം ഏപ്രന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഏപ്രനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എല്ലാ ഡിസ്ചാർജിനും ജമ്പ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യത്തക്ക വിധത്തിലായിരിക്കണം ഏപ്രന്റെ സ്ലോപ്പ്. നമുക്ക് നമ്മുടെ സ്ലോപ്പിംഗ് ഏപ്രൺ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ഏപ്രൺ ജമ്പ് ഫോം ചെയ്യുന്നല്ല പറയുന്നത്. ഈ നമ്മൾ സ്ലോപ്പിംഗ് ഏപ്രണിന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കണം? ഈ സ്ലോപ്പിംഗ് ഏപ്രണിൽ എവിടെയെങ്കിലും എല്ലാ ഡിസ്ചാർജിനും ജമ്പ് ഫോം ചെയ്യുന്ന കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യത്തക്ക വിധത്തിലായിരിക്കണം ഏപ്രണിന്റെ സ്ലോപ്പ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പിംഗ് ഏപ്രണിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഭാഗത്ത് എല്ലാ ഡിസ്ചാർജിനും ജമ്പ് ഫോം ചെയ്യത്തക്ക വിധത്തിലുള്ള കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയായിരിക്കണം ഏപ്രണിന്റെ സ്ലോപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേസിൽ എക്സ്ട്രാ കോൺക്രീറ്റിംഗ് ആവശ്യമുണ്ട്. ലോട്ട് ഓഫ് എക്സ്ട്രാ കോൺക്രീറ്റിംഗ് is required. ഈ കേസിൽ നമ്മൾ ഒത്തിരി എക്സ്ട്രാ കോൺക്രീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ചെയിൻ വാട്ടർ കർവ് y2 മുകളിലായിരിക്കും ഫോർ ഓൾ ഡിസ്ചാർജസ്. അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനർജി ഡിസിപ്പേഷൻ കുറവായിരിക്കും. കാരണം ടെയിൽ വാട്ടർ ജമ്പിനെ ഡ്രൗൺ ചെയ്യും. ടെയിൽ വാട്ടർ ജമ്പിനെ ഡ്രൗൺ ചെയ്യുന്നത് കൊണ്ട് എനർജി ഡിസിപ്പേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ഡൗൺ സ്ട്രീമിൽ കുറച്ചധികം ദൂരത്തേക്ക് വാട്ടർ ഹൈ വെലോസിറ്റിയിൽ തന്നെ ഫ്ലോ ചെയ്യും. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് രണ്ട് സൊല്യൂഷൻ ഉണ്ട്. അതിലെ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബൈ കൺസ്ട്രക്ടിങ് എ സ്ലോപ്പിംഗ് ഏപ്രൺ അബവ് റിവർ ബെഡ് ലെവൽ. ഫിഗർ ഇസ് ഗിവൺ. Second solution of this problem can be in the form of providing roller bucket type of energy dissipator. Providing roller bucket type of energy dissipator. റോളർ ബക്കറ്റ് ടൈപ്പ് എനർജി ഡിസിപ്പേറ്റർ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇതിന്റെ സെക്കൻഡ് സൊല്യൂഷൻ. അപ്പൊ റോളർ ബക്കറ്റ് ടൈപ്പ് എനർജി ഡിസിപ്പേറ്ററിനകത്ത് ഈ കൺസിസ്റ്റ് ഓഫ് ആൻ ഏപ്രൺ വിച്ച് ഇസ് അപ്ടേൺ ഷാർപ്ലി അറ്റ് എൻഡ്സ്. ഇതിനകത്ത് എന്തുണ്ട്? റോളർ ബക്കറ്റ് ടൈപ്പ് എനർജി ഡിസിപ്പേറ്ററിന് ഏപ്രൺ ഉണ്ട്, അപ്ടേൺ ഷാർപ്ലി അറ്റ് എൻഡ്സ്. ഏപ്രൺ upturn sharply at ends. ഫിഗറിൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് റോളിംഗ് ബക്കറ്റ് ടൈപ്പ് ഓഫ് എനർജി ഡെസിപ്പേറ്റർ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഈ റോളിംഗ് ബക്കറ്റ് ടൈപ്പ് എനർജി ഡെസിപ്പേറ്ററിൽ ഏപ്രൺ ഉണ്ട്. ഏപ്രൺ എങ്ങനെയാണ്? ദേ ആർ upturn sharply at the ends. എൻഡ്സിൽ അതിനെ ഷാർപ്പായിട്ട് upturn ചെയ്തിട്ടുണ്ട്. ഇവിടെ two main rollers are formed which dissipate the energy due to internal turbulence. Two main rollers are formed. രണ്ട് റോളേഴ്സ്, പ്രധാനപ്പെട്ട രണ്ട് റോളർ ഫോം ചെയ്യും and dissipate energy due to internal turbulence. Energy dissipation is due to internal turbulence. Internal turbulence കൊണ്ടാണ് എനർജി ഡെസിപ്പേഷൻ ഉണ്ടാകുന്നത്. രണ്ട് മെയിൻ റോളേഴ്സ് ഫോം ചെയ്യും. അപ്പോൾ റോളേഴ്സ് ഫോം ചെയ്യുമ്പോൾ അത് ഇന്റേണൽ ടർബുലൻസ് കാരണം എനർജിയെ ഡിസിപ്പേറ്റ് ചെയ്യും.
roller formed downstream of the bucket tends to move the scoured bed materials towards the dam, thus preventing serious scour at toe of the dam. അപ്പം ബക്കറ്റിന്റെ ഡൗൺ സ്ട്രീമിൽ ഉണ്ടാകുന്ന റോളർ എന്ത് ചെയ്യും? അവിടുത്തെ സ്കൗർഡ് ബെഡ് മെറ്റീരിയൽസിനെ ഡാമിന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. റോളേഴ്സ് formed at downstream of bucket. ബക്കറ്റിന്റെ ഡൗൺ സ്ട്രീമിൽ ഫോം ചെയ്യുന്ന റോളേഴ്സ് എന്ത് ചെയ്യും? They tend to move the scoured bed material towards the dam. They tend to move scoured bed materials towards dam. അപ്പം ബക്കറ്റിന്റെ ഡൗൺ സ്ട്രീമിൽ ഉണ്ടാകുന്ന റോളേഴ്സ് സ്കൗർ ആയി പോയ ബെഡ് മെറ്റീരിയൽസിന്റെ ഡാമിന്റെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രിവെന്റ് സീരിയസ് സ്കൗർ അറ്റ് ടോ ഓഫ് ദ ഡാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നോണ്ട് ഡാമിന്റെ ടോയില് സ്കൗർ ഉണ്ടാവാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. പ്രിവെന്റ് സീരിയസ് സ്കൗർ അറ്റ് ടോ ഓഫ് ഡാം. ഡാമിന്റെ ടോയില് വലിയ സ്കൗർ, സീരിയസ് ആയിട്ടുള്ള സ്കൗർ ഉണ്ടാവാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. Sometimes scoured material may enter the bucket under action of upstream roller and may cause severe abrasion. അപ്പോൾ എന്താണ് വേറൊരു പറയുന്ന കാര്യം എന്താ? സംടൈംസ്, ചില സമയം ഈ സ്കൗർഡ് മെറ്റീരിയല് ബക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അണ്ടർ ദി ആക്ഷൻ ഓഫ് അപ്സ്ട്രീം റോളർ. Sometimes scoured material may enter the bucket. May enter the bucket by the action of upstream roller. Due to the action of കോസിങ് അബ്രേഷൻ. അപ്പൊ അങ്ങനെ അപ്പോഴെന്ത് സംഭവിക്കുന്നു? അവിടെ അബ്രേഷൻ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഈ ഡൗൺ സ്ട്രീം റോളേഴ്സ് എന്ത് ചെയ്യുന്നു? സ്കൗർഡ് മെറ്റീരിയൽസിനെ ഡാമിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെ മൂവ് ചെയ്യിക്കുന്നതുകൊണ്ട് ഡാമിന്റെ ടോയില് വലിയ ഒരു സ്കൗറിങ് ഉണ്ടാവാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. പക്ഷെ അപ്സ്ട്രീം റോളേഴ്സ് കാരണം ചില സമയം ഈ സ്കൗർഡ് മെറ്റീരിയൽ ബക്കറ്റിൽ എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ അബ്രേഷൻ ഉണ്ടാവും, സിവിയർ അബ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് dentated bucket lid may have to be provided so as to permit removal of material caught in the bucket. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യും? dentated bucket lid പ്രൊവൈഡ് ചെയ്യും. dentated bucket lid കൊടുക്കും. അതെന്തിനാണ്? for removing material caught in the bucket. Removal of material caught in the bucket. അപ്പോൾ ബക്കറ്റിനകത്ത് മെറ്റീരിയൽസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൊവൈഡ് ചെയ്യും? ഡെന്റേറ്റഡ് ബക്കറ്റ് ലിപ്പ് പ്രൊവൈഡ് ചെയ്യും. ബക്കറ്റിനകത്ത് എന്ത് വരാൻ പാടില്ല? മെറ്റീരിയൽസ് വരാൻ പാടില്ല. അപ്പൊ അഥവാ ബക്കറ്റിൽ മെറ്റീരിയൽസ് വരുവാണെങ്കിൽ ഡെന്റേറ്റഡ് ബക്കറ്റ് ലിപ്പ് പ്രൊവൈഡ് ചെയ്യും മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പം ടെയിൽ വാട്ടർ കർവ് Y2 കർവിന് മുകളിൽ വരുന്ന കേസിലെ സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബൈ പ്രൊവൈഡിങ് റോളർ ബക്കറ്റ് ടൈപ്പ് ഓഫ് എനർജി ഡിസിപ്പേറ്റർ. ഈ റോളർ ബക്കറ്റ് ടൈപ്പ് എനർജി ഡിസിപ്പേറ്ററിന് ഏപ്രൺ ഉണ്ട്. ആ ഏപ്രൺ എന്ന് പറയുന്നത് അപ്ടേൺഡ് ഷാർപ്ലി അറ്റ് എൻസ്. ഏപ്രണിന്റെ എൻസിൽ ഷാർപ്പായിട്ട് നമ്മൾ അപ് ടേൺ ചെയ്ത് വെച്ചേക്കും. ഇവിടെ രണ്ട് മെയിൻ റോളേഴ്സ് ഫോം ചെയ്യും, അപ് സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും. അങ്ങനെ രണ്ട് മെയിൻ റോളേഴ്സ് ഫോം ചെയ്യും. ഈ റോളേഴ്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് എനർജി ഡിസിപ്പേഷൻ ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ്? ഇന്റേണൽ ടർബുലൻസ് വഴി റോളേഴ്സ് ഫോം ചെയ്യുമ്പോൾ എനർജി ഡിസിപ്പേഷൻ ഉണ്ടാവും. ഇനി ഡൗൺ സ്ട്രീം ബക്കറ്റ്
ബക്കറ്റിന്റെ ഡൗൺ സ്ട്രീമിൽ ഉണ്ടാകുന്ന റോളേഴ്സ് ആണെങ്കിൽ ഈ സ്കൗർ ആയി പോയ ബെഡ് മെറ്റീരിയൽസിനെ ഡാമിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഡാമിന്റെ ടോയില് സീരിയസ് ആയിട്ടുള്ള സ്കൗർ ഉണ്ടാകുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. പക്ഷേ ചില സമയം അപ്സ്ട്രീം റോളറിന്റെ ആക്ഷൻ കാരണം മെറ്റീരിയൽസ് ബക്കറ്റിൽ എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബക്കറ്റിൽ മെറ്റീരിയൽസ് എൻ്റർ ചെയ്യുവാണെങ്കിൽ അവിടെ സീരിയസ് ആയിട്ടുള്ള അബ്രേഷൻ ഉണ്ടാവും. അപ്പൊ ബക്കറ്റിൽ വരുന്ന മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡെൻഡേറ്റഡ് ബക്കറ്റ് ലിപ്പ്. Dentated bucket lip may be provided, therefore have to be provided so as to permit removal of material caught in the bucket. Figure is given.